ഹായ്, എൻ്റെ പേര് മയോണ. വൈ ഷുഡ് വാച്ചിൽ ഇന്നിവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2006 പുറത്തിറങ്ങിയ ജാപ്പനീസ് ആനിമേറ്റഡ് മൂവിയായ പപ്രിക്കയെ കുറിച്ചാണ്. വേൾഡ് ഫേമസ് ആനിമേഷൻ ഡയറക്ടർ സന്തോഷി കോണാണ് ഈ മൂവിയുടെ സംവിധായകൻ. പെർഫെക്റ്റ് ബ്ലൂ, മിലീനിയം മാട്രസ്, ടോക്കിയോ ഗോഡ്ഫാദേഴ്സ് എന്നീ ആനിമി ചിത്രങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ നാലാമത്തെയും അവസാനത്തെയുമായ ഡയറക്ടോറിയൽ ബ്രില്യൻസ് ആണ് ഈ ഒരു മൂവി. 2010 അദ്ദേഹം നിര്യാതനാകുകയും ചെയ്തു. പാപ്രിക്ക മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ പാപ്രിക്കയെ ബേസ് ചെയ്തിട്ടാണ് മെറ്റാഫിസിക്സ് ബേസ് ചെയ്ത ബാറ്റ്മാൻ സീരീസ് ആയ ബാറ്റ്മാൻ ബിഗിൻസ്, ദ ഡാർക്ക് നൈറ്റ് റൈസസ്, അതുപോലെ തന്നെ ടെനറ്റ്, ഓപ്പൺഹൈമർ എന്നീ ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ചെയ്ത ലോകപ്രശസ്ത സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ ലിയാനോർഡോ ഡികാപ്രിയോയെ നായകനാക്കി ഇൻസെപ്ഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത്. ഡോക്ടർ ചീബ ആണ് DC മിനി എന്ന മെഷീൻ യൂസ് ചെയ്യുന്നത്. ഡ്രീം വേൾഡിൽ ചിബയുടെ വേറെ നെയിമാണ് പാപ്രിക്ക. റിയൽ വേൾഡിൽ ചിബ കാം ആൻഡ് ക്വയറ്റ് ആണെങ്കിലും ഡ്രീം വേൾഡിലുള്ള പാപ്രിക്കയുടെ ട്രാൻസ്ഫോർമേഷൻ ഈ ഫിലിം കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഒരു മെഷീൻ റോങ് ആയ പേഴ്സന്റെ കയ്യിൽ ചെന്നാൽ എങ്ങനെ റോങ് ആയിട്ട് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ ഒരാളെ ഇല്ലാതാക്കാൻ പറ്റുന്നു, അതാണ് ഈ സിനിമയിലൂടെ നടക്കുന്നത്. ഈ ഡിവൈസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ യൂസ് എന്ന് പറയുന്നത് തന്നെ ഇത് സൈക്കാട്രിക് പേഷ്യൻസിനെ ക്യൂർ ചെയ്യാനും അവരുടെ ഡ്രീംസിൽ കയറി അവരുടെ പ്രശ്നം മനസ്സിലാക്കി അത് സോൾവ് ചെയ്യുന്നതുമാണ്. DC മിനി എന്ന മെഷീൻ ഒരു വില്ലൻ്റെ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിൻ്റെ കയ്യിലെത്തുമ്പോൾ അതിനെ റോങ് ആയിട്ട് യൂസ് ചെയ്യുകയും അത് ആരെ എടുത്തതെന്ന് മനസ്സിലാക്കാനായിട്ട് ഡോക്ടർ ചീബയും കുറേ കൊളീഗ്സും കൂടെ ട്രൈ ചെയ്യുന്ന ഒരു ശ്രമമാണ് ഈ മൂവി. നോർമൽ ലൈഫിൽ നിന്നും ഡ്രീം ലൈഫിലെത്തുമ്പോൾ എങ്ങനെ കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നു എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഒരു വ്യക്തി ഡ്രീമിൽ ചെന്ന് കാട്ടിക്കുട്ടുന്ന കാര്യങ്ങളാണ് ബേസിക്കലി ഈ മൂവി പറയുന്നത്. ഡ്രീംസിൽ എന്നതിൽ ഉപരി നമുക്കിതിനെ ഒരു റിയൽ ലൈഫും സൈബർ വേൾഡുമായിട്ട് കണക്ട് ചെയ്യാം. നമ്മൾ സൈബർ വേൾഡിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരാളെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നും അയാളുടെ ലുക്ക്, സ്റ്റൈൽ, ആറ്റിറ്റ്യൂഡ് ഒക്കെ എങ്ങനെ മാറുമെന്നും നമുക്കറിയാം. അതുപോലെ ഒരു കാര്യത്തിൽ നിന്നും ഒരു എസ്കേപ്പിസം കൂടെ ഈ മൂവിയിലൂടെ നമുക്ക് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. റിയൽ വേൾഡിൽ ഇൻട്രോവേർട്ട് ആയിട്ടിരിക്കുന്ന ഒരാൾ സൈബർ വേൾഡിൽ ചെല്ലുമ്പോൾ ഓവർ ആക്റ്റീവ് ആയിരിക്കും. രണ്ട് വേൾഡിലും രണ്ട് ക്യാരക്ടറായിട്ട് മാറുന്നു. ഈ സിനിമയിൽ നോക്കിയാൽ തന്നെ റിയൽ വേൾഡിലുള്ള ചീബ ഡ്രീം വേൾഡിൽ പോകുമ്പോൾ പാപ്രിക്കയാവുന്നു. അവളുടെ ക്യാരക്ടർ, സ്റ്റൈലൊക്കെ മാറുന്നതായിട്ട് നമുക്ക് കാണാം. മൂവി പാപ്രിക്ക ഫുള്ളി നോക്കുവാണെങ്കിൽ ഒരു ബാലൻസ് ആയിട്ട് കാണാം. റിയാലിറ്റിയും ഡ്രീംസും തമ്മിൽ ഭയങ്കരധികം ബാലൻസ്. കുറേയധികം ഒന്നിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അത് ലീഡ് ടു ഡിസ്ട്രക്ഷൻ ആകുന്നു. അതിൽ 4 എക്സാമ്പിളാണ് ഈ മൂവി കാണിക്കുന്നത്. 1. ചെയർമാനായ ഡോക്ടർ സീജറോയും അയാൾക്ക് ഡ്രീംസിനോടുമുള്ള ഫാൻറ്റസി. 2. ടൊക്കിറ്റയ്ക്ക് DC മിനി എന്ന മെഷീനായിട്ടുള്ള ഒബ്സഷനും. 3. ഡോക്ടർ ഒസാനയ്ക്ക് ഡോക്ടർ ചീബിയോടുള്ള ഇഷ്ടവും. 4. ഡിറ്റക്റ്റീവ് കൊലയ്ക്കായ്ക്ക് വർക്കിനോടുള്ള ഓവർ അഫെക്ഷനും. എല്ലാം നമുക്ക് ഈ മൂവിയിലൂടെ കണക്ട് ചെയ്തെടുക്കാം. ഫിലിംസിൻ്റെ വർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കരധികം എഫക്റ്റീവായിട്ടാണ് ക്യാപ്ചേർഡ് ആണ് ഈ ഒരു മൂവി. ഇതിൻ്റെ മെക്കാനിസം ആവട്ടെ, ഹ്യൂമൻ മൈൻഡിനെ ആവട്ടെ, എല്ലാത്തിനെയും നല്ലധികം വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയേണ്ട ഇതിൻ്റെ കളറാണ്. കളറിൻ്റെ ബ്യൂട്ടിയും ഹൊറർ കാണിക്കുന്ന ഒരു രീതിയുമെല്ലാം വ്യത്യസ്തമാണ്. ഈ മൂവിയുടെ സെൻസ് ഓഫ് വിസ്ഡമായിട്ട്, ജോയ് ആയിട്ട് കാണിക്കുന്നതൊക്കെ ത്രൂ ഔട്ട് ഈ മൂവിയിലൂടെ കൊണ്ടുപോകുന്നുണ്ട്. ഇമേജസ് യൂസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ ഒരു ഹൊററിഫിക് സെൻസ് കൊടുത്തിട്ടുണ്ട്. പിള്ളേരുടെ ഫാൻറ്റസിയും ഇമാജിനേഷൻസും ഡാർക്ക് ചാമിങ് ടോൺസും എല്ലാം ഈ മൂവിയിൽ വരുന്നുണ്ട്.
ഡ്രീംസിനെ പറ്റി പറയുകയാണെങ്കിൽ ഹ്യൂമൻസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ലാംഗ്വേജസ് ആയ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി എന്നതിൽ ഉപരി ഒരു അൺകോൺഷ്യസ് മൈൻഡ് നമ്മുടെ ഏറ്റവും ഡീപ്പസ്റ്റ് നീഡ്സിനെ സിമ്പിൾ ഫോം ആയിട്ടാണ് കാണിക്കുന്നത്. കോന്റെ അൺകോൺഷ്യസ് മൈൻഡിന്റെ മെത്തേഡ് തന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ തന്നെ അദ്ദേഹം യൂസ് ചെയ്തേക്കുന്നത് ഇമാജിനറീസ് ആണ്. ആ ഇമേജസിനെയെല്ലാം നമുക്ക് ഭയങ്കര അധികം റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിന്റെ എക്സാമ്പിൾസ് ആണ്: ഒന്ന്, ഒരാളുടെ അൺകോൺഷ്യസ് മൈൻഡിൽ നിന്നുമുള്ളത് അല്ലെങ്കിൽ കുറേ പേരുടെ അൺകോൺഷ്യസ് മൈൻഡിൽ നിന്നുള്ളത് ഒരു മൈൻഡിലോട്ട് കയറുമ്പോൾ അതിനൊരു ട്രീയുടെ റൂട്ടിന്റെ രൂപത്തിൽ കണക്കാക്കാം. കാരണം ട്രീ റൂട്ട് സോയിലിന്റെ അടിയിലാണ്, ട്രീ ആണെങ്കിൽ സോയിലിന്റെ മുകളിലും. അതുകൊണ്ട് ടോപ്പ് പാർട്ടിലുള്ള ട്രീനെ നോൺ അല്ലെങ്കിൽ കോൺഷ്യസ് മൈൻഡ് എന്നും ട്രീന്റെ റൂട്ട് പാർട്ടിൽ ഉള്ളതിനെ അൺനോൺ അല്ലെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡ് എന്നും കണക്കാക്കുന്നു. അതുപോലെ വേറൊരു ഇമാജിനറി ഇവിടെ യൂസ് ചെയ്തേക്കുന്നതാണ് സ്പിങ്സ് ഇമേജ്. സ്പിൻസ് എന്ന ക്യാരക്ടർ ഒരു ഗ്രീക്ക് പ്ലേയിലാണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. ആ പ്ലേയിൽ നോക്കിയാൽ അതിൽ കാണിക്കുന്ന തന്നെ ഒരു വേ ഓഫ് എസ്കേപ്പിസമാണ്. സർവൈവ് ചെയ്യാനായിട്ട് ഒരു മാർഗമേ ഉള്ളൂ. ഓരോ ലെവലിലും ഓരോ റിഡിൽ വെച്ച് സോൾവ് ചെയ്യണം. അതിൽ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ റോങ് ആകുവാണെങ്കിൽ ആ സ്പിൻസ് നമ്മളെ കൊല്ലും. അങ്ങനെ സ്പിൻസിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് അൺകോൺഷ്യസ് മൈൻഡിലോട്ടും റിഡിലിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് ഡ്രീംസിൻ്റെ ലാംഗ്വേജിലോട്ടുമാണ്. റിഡിൽസിനെ സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡായ സ്പിങ്സ് നമ്മളെ പേടി കൊണ്ടില്ലാതാക്കും അല്ലെങ്കിൽ കൊല്ലുക വരെ ചെയ്യും. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒന്ന്, ഡിറ്റക്റ്റീവിൻ്റെ ഏറ്റവും വലിയ ഫിയർ ആയിരുന്നു മൂവീസ്. അത് ഈ ഫിലിമിൽ ഭംഗിയായിട്ട് കാണിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് ടൊക്കീച്ചേനെയാണ്. ടൊക്കീച്ചയുടെ ഏറ്റവും വലിയ ഫിയർ ആണ് പിള്ളേരുടെ സാധനങ്ങൾ അല്ലെങ്കിൽ ടോയ്സ് എന്ന കാര്യങ്ങളൊക്കെ. അത് കാണിക്കുന്നതാണ് ഡ്രീംസ് വേൾഡിലോട്ട് ടൊക്കീറ്റോ പോകുമ്പോൾ എടുക്കുന്ന ഒരു ക്യാരക്ടർ തന്നെ ടോയ് എന്ന ബേസിക്കലാണ്. മൂന്ന്, ചിമ്പയുടെ കാര്യമാണ് പറയുന്നത്. ചിമ്പയുടെ ഏറ്റവും വലിയ ഫിയർ ആയിരുന്നു തൻ്റെ ഡ്രീം വേൾഡ് ക്യാരക്ടറായ പപ്രിക്കയെ. മനുഷ്യന്റെ ചിന്താഗതിയുടെ ഒരു നെക്സ്റ്റ് ലെവൽ വരെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് ലെവൽ വരെ എത്തുമ്പോൾ അവർ എങ്ങനെ പെരുമാറുമെന്ന് ഈ മൂവി കാണിക്കുന്നു. കുറെ കാര്യങ്ങൾ പറയാതെ പറയുകയും ക്യാരക്ടർ എത്രമാത്രം ഡാർക്ക് ആണെന്നും ഇതിന്റെ കളർ കോഡും യൂസ് ചെയ്തേക്കുന്ന പാലറ്റ് ഒക്കെ വെച്ച് നമുക്ക് തിരിച്ചറിയാം. ഡ്രീംസിനെ ഒരു കൺസെപ്റ്റ് ആയിട്ട് വെച്ചുകൊണ്ട് ഇന്ന് ജീവിക്കുന്ന സമൂഹത്തെ ഒരു ഡിഫറെന്റ് ലാംഗ്വേജിലോട്ട് ചിന്തിപ്പിക്കാനായിട്ട് 2006 പുറത്തിറങ്ങിയ പപ്രിക്ക എന്ന സിനിമയിലൂടെ സാധിക്കുന്നു. ഇത് ആനിമി മൂവി ഇഷ്ടപ്പെടുന്നവർക്കും അല്ലെ ഒരു കോംപ്ലക്സ് മൂവി ഇഷ്ടപ്പെടുന്നവർക്കും ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഏറ്റവും നല്ല സിനിമയാണ്. ടോട്ടലി ഡിഫറെന്റ് കൺസെപ്റ്റും മൈൻഡ് സെറ്റുമാണ് ഈ മൂവി കണ്ടു കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നത്. സോ ഉറപ്പായിട്ടും വാച്ച് ചെയ്യണം ആൻഡ് റിയലൈസ് ദ മൂവീസ് മാജിക്.